ഹായ്, സയൻസിൻ്റെ ആദ്യത്തെ സൈക്കോളജി ക്ലാസ് ആയിരിക്കും നിങ്ങൾക്കത്. അപ്പോൾ നന്നായി പഠിക്കാൻ പറ്റട്ടെ, വലിയ സൈക്കോളജിസ്റ്റുമാരൊക്കെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ എച്ച് എം റെഫർ ചെയ്യണം. റെഫർ ചെയ്യാം. അപ്പോൾ അധികം വഴിക്കില്ല ടോപ്പിക്കിലേക്ക്. ടോപ്പിക് ചാപ്റ്റർ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിക്കാർക്ക് അത്ര എന്താ പറയുക അറിയാത്തൊരു വാക്കൊന്നുമില്ല. മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാവരും പലരും ക്യൂരിയസ് ആവുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ആ ഒരു ലെവൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. പിന്നെയും ഇതിന് നേച്ചർ മനസ്സിലാക്കണം. കഴിഞ്ഞിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അറിയാം. പിന്നെ ഇതിന് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ് ഇൻ്റലിജൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഡിറ്റർമിനൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. അത് നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സൈക്കോളജിസ്റ്റുമാരുണ്ട്. ഇവർക്ക് അഭിപ്രായം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അല്ലേ. ആദ്യമായിട്ട് നോക്കാം സ്റ്റേൺബർഗ് നോക്കാം. ആരാ സ്റ്റേൺബർഗ്? അത്യാവശ്യം ലേറ്റസ്റ്റ് ആയതും കമ്പാരിറ്റീവ്ലി ലേറ്റസ്റ്റ് ആയതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് തിയറി കൊണ്ടുവന്ന ആളാണ് റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്നത്. ട്രയാർക്കിക് അപ്രോച്ച്, ട്രയാർക്കിക് തിയറി എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്യാനും അതിനായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുമുള്ള കഴിവിനെ ഇൻ്റലിജൻസ് എന്ന് അദ്ദേഹം വിളിച്ചത്. എന്നാൽ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ഇവല്യൂഷണറി ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. ഇവോൾവ് ചെയ്ത് വരുന്നത് ആരാ? കൂട്ടത്തിൽ ഏറ്റവും അഡാപ്റ്റ് ചെയ്യാൻ സറൗണ്ടിങ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് കൂടുതൽ ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഇവോൾവ് ചെയ്ത് വരുന്നതും. അപ്പോൾ അതിന് ഇവല്യൂഷണറി ആസ്പെക്റ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ, പക്ഷേ ഒത്തിരി മനസ്സിലായി. സ്റ്റേൺബർഗ് പറഞ്ഞു അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെ കുറിച്ചാണ്. ടെയർമാൻ എന്ന് പറഞ്ഞു. ടെയർമാൻ ആരാ? വളരെ സിഗ്നിഫിക്കൻ്റ് ആയ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് സ്കെയിലാണ് ആൽഫ്രഡ് ബിനെറ്റ് കൊണ്ടുവന്ന. അത് കഴിഞ്ഞ് ടെയർമാൻ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്തെന്നാലും ടെയർമാൻ്റെ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ലൂയിസ് ടെയർമാൻ്റെ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് 1900 തുടങ്ങിയിട്ട് പഠിത്തകാലം 5th എഡിഷനൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോൾ വരെ ഉപയോഗിച്ച് വരുന്നത്. അത്രയും കാലം ഉപയോഗിച്ചൊരു ഇൻ്റലിജൻസ് സ്കെയിൽ കൊണ്ടുവന്നതാണ് ലൂയിസ് ടെയർമാൻ. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഇൻ്റലിജൻസ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റുകളെ കുറിച്ച് ആലോചിക്കാനുള്ള അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിനുള്ള കഴിവാണ്. എന്താ അബ്സ്ട്രാക്റ്റ് എന്താ മനസ്സിലാക്കാൻ നമുക്ക് അബ്സ്ട്രാക്റ്റിൻ്റെ ഓപ്പോസിറ്റാണ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് എന്താ മനസ്സിലാക്കാൻ നോക്കാം. ഇതിപ്പോൾ ഒരു പേനാണ്, ഇത് ബോർഡാണ്. ഇതൊക്കെ എനിക്കിങ്ങനെ കാണിച്ചു തരാനും അങ്ങനെ പറഞ്ഞു തരാം. ഇത് പേനാന്ന് പറയുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നാറ്. അതങ്ങനെ കാണിച്ചു തരാൻ പറ്റും. അതിനൊരു ഫിസിക്കൽ ഫോം ഉള്ളത് കൊണ്ടാണ്. എന്തൊക്കെയാണ് കോൺക്രീറ്റിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്? ഫിസിക്കൽ ഫോമുള്ള കാണിച്ചു തരാൻ പറ്റുന്ന സാധനങ്ങളാണ് കോൺക്രീറ്റ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഉണ്ട് അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ, ഫിസിക്കൽ ഫോം ഇല്ലാത്ത കാണിച്ചു തരാൻ പറ്റാത്ത സാധനങ്ങളാണ് അബ്സ്ട്രാക്റ്റ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മനസ്സിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. നമ്പേഴ്സ് ഒരു നല്ല എക്സാമ്പിളാണ്. പക്ഷെ കുറച്ചുകൂടി നല്ല എക്സാമ്പിളാണ് നെഗറ്റീവ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. -3 -3 കാണിച്ചാൽ അത് കാണിക്കാൻ ആരും ബുദ്ധിമുട്ടാണ്. 3 എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും ട്രൈ ചെയ്യാം. 3 കാണിക്കാൻ പറ്റില്ലെങ്കിലും 3 പേനയോ 3 എന്തെങ്കിലും സാധനങ്ങൾ കാണിക്കാം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ -3 കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മനസ്സിലുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് കൺസെപ്റ്റായിട്ടേ ഉള്ളൂ. അത് കോൺക്രീറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന സാധനമായിട്ടില്ല. മണി, കാശ് നല്ല എക്സാമ്പിളാണ്. 10 രൂപയുടെ നോട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമാണ് 2000 രൂപയുടെ നോട്ട്. ഇത് ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഇത് ജസ്റ്റ് പേപ്പറാണ്. പക്ഷെ നമുക്കിത് 200 ഇരട്ടി വിലയുള്ള സാധനമാണ്. ഒരു 10 200 ഇരട്ടി വിലയുള്ള സാധനമാണ് 2000 നോട്ട്. ഈ മൂല്യം എവിടെ നമ്മൾ കൊടുക്കുന്ന മൂല്യമാണ്. അതിനാണ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് ഇല്ല, നമ്മൾ മനസ്സിൽ കൊടുക്കുകയാണ് ഈ മൂല്യം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സംഭവങ്ങളാണ്
മണി അല്ലെങ്കിൽ അതിന് എക്സാമ്പിളാണ് മണി എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ പറയാം, പൊളിറ്റിക്കൽ ബോർഡേഴ്സൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ ജില്ല, കോഴിക്കോട് ജില്ല മലപ്പുറം ജില്ല തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വ്യത്യാസമുള്ളൂ. അല്ലാതെ അവിടെ ചെടികൾ ഒരേപോലെയാണ്, മനുഷ്യന്മാർ ഒരേപോലെയാണ്, പ്രകൃതം ഏകദേശം ഒരേപോലെയാണ്, ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഭരിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ശരിക്കും അവിടെ ഒരു ബോർഡർ ഉണ്ടോ? ഇല്ല. നമ്മൾ അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോർഡറേ അവിടെ ഉള്ളൂ, അല്ലാത്തൊരു ബോർഡർ അവിടെ ഇല്ല. അത്രയും കൺസെപ്റ്റുകളാണ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനുള്ള കഴിവാണ് ഡെയർമാനെ സംബന്ധിച്ചിടത്തോളം ഇന്റലിജൻസ് എന്ന് പറയുന്നത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ പറഞ്ഞ ആളാണ് വെഷ്ലർ എന്ന് പറയുന്നത്. വെഷ്ലറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് അഗ്രിഗേറ്റ് കപ്പാസിറ്റി ആണ് പറഞ്ഞത്. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടമായ എന്നുള്ള അർത്ഥമാണ് അഗ്രിഗേറ്റ് വരിക. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൂട്ടി വയ്ക്കുന്ന സാധനങ്ങൾ? ആക്ട് പർപ്പസ്ഫുള്ളി എന്താണ്? ഉദ്ദേശത്തോടു കൂടി ആക്ട് ചെയ്യാനുള്ള കഴിവ്. ഒരു ഉദ്ദേശത്തോടു കൂടി ആക്ട് ചെയ്യാനുള്ള കഴിവ്. രണ്ടോ, തിങ്ക് റാഷണലി. എന്താ റാഷണലി എന്ന് പറഞ്ഞാൽ? റാഷണലി പറഞ്ഞാൽ യുക്തിയോടുകൂടി ചിന്തിക്കാനുള്ള കഴിവ്. പിന്നെ ഡീൽ എഫക്റ്റീവ്ലി. എന്തിനായിട്ട് ഡീൽ ചെയ്യേണ്ടത്? വിത്ത് എൻവയോൺമെന്റ്. എന്താണ്? ഡീൽ എഫക്റ്റീവ്ലി വിത്ത് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിനെ എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യാനും യുക്തിയോടുകൂടി റാഷണലായിട്ട് തിങ്ക് ചെയ്യാനും പർപ്പസ്ഫുള്ളി ഒരു ഉദ്ദേശത്തോടു കൂടി ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റികളുടെ അഗ്രിഗേറ്റ് ആണ്. ഈ 3 കപ്പാസിറ്റികൾ കൂടി കൂട്ടി വെച്ചതാണ് വെഷ്ലറെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇന്റലിജൻസ് ഒക്കെ ഇവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും അറിഞ്ഞു അല്ലേ? അഭിപ്രായങ്ങൾക്ക് ഇറങ്ങി നമുക്ക് നമ്മുടേതായിട്ടുള്ള എല്ലാവരുടെയും അഭിപ്രായം പരിഗണിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷനിലേക്ക് എത്താൻ ശ്രമിക്കാം. നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ഇതൊരു മെന്റൽ കപ്പാസിറ്റിയാണ്. അതിലാർക്കും സംശയമില്ലല്ലോ. ഡെഫിനറ്റ്ലി ഒരു മെന്റൽ കപ്പാസിറ്റിയാണ്. എന്തിനാണ്? ലേൺ ചെയ്യാനുള്ള, ലേൺ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസിന് ലേൺ ചെയ്യാനുള്ള കഴിവാണ്. പാസ്റ്റ് എക്സ്പീരിയൻസിന് ലേൺ ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അബ്സ്ട്രാക്ട് കൺസെപ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവാണ്. അബ്സ്ട്രാക്ട് കൺസെപ്റ്റുകളെ ഹാൻഡിൽ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള കഴിവാണ്. പിന്നെ അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. പുതിയ സാഹചര്യങ്ങൾ അഡാപ്റ്റ് എന്താന്ന് മനസ്സിലാവാത്തവരെ ജസ്റ്റ് പൊരുത്തപ്പെടാന്ന് ആലോചിച്ചാൽ മതി. എന്താണ്? ഒരു റഫ് ഡെഫിനിഷനാണ്, കറക്റ്റ് ഡെഫിനിഷൻ അല്ല, എന്നാലും ഏകദേശം പൊരുത്തപ്പെടുക എന്നുള്ളൊരു അർത്ഥമാണ്. അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ള, നമുക്ക് അഡ്വാൻറ്റേജ് ആവുന്ന രീതിയിൽ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അതിന് എന്താ പറയുക ഒത്തുപോകാനുള്ള പൊരുത്തപ്പെടൽ തന്നെയാണ് അഡാപ്റ്റ് എന്ന് പറയാം. പുതിയ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്. പിന്നെ എന്താ പറയാ, നോളേജ് യൂസ് ചെയ്യാനുള്ള കഴിവ്. എന്തിനാ? മാനിപ്പുലേറ്റ് ചെയ്ത്. എന്തിനാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? എൻവയോൺമെന്റിന്. ആരാ പറഞ്ഞത്? എൻവയോൺമെന്റിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു അല്ലെ? ആരാ പറഞ്ഞത്? സ്റ്റേൺബർഗിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എൻവയോൺമെന്റ് ഷേപ്പ് ചെയ്യാനും അതിനോട് അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോളേജ് വെച്ച് എൻവയോൺമെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ യൂസ് നോളേജ് ടു മാനിപ്പുലേറ്റ് എൻവയോൺമെന്റ്. നമ്മുടെ എൻവയോൺമെന്റിനെ നോളേജ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവാണ്, മെന്റൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ സംഭവം, അപ്പോൾ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്താ പറയാ? ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ പറയാം, ഇറ്റ് ഈസ് എ മെന്റൽ കപ്പാസിറ്റി ടു ലേൺ ഫ്രം പാസ്റ്റ് എക്സ്പീരിയൻസ്.
and to understand and handle abstract concepts, adapt to new situations and use knowledge to manipulate environment. ഇതാണ് എന്ത് ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ. ഇനി it also includes എന്തൊക്കെ സ്കിൽസാ ഇന്റലിജന്റ് ഉള്ള ഒരാൾക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടാവുക? പ്രോബ്ലം സോൾവിങ്ങിനുള്ള സ്കിൽ ഉണ്ടാവും അല്ലേ? പ്രോബ്ലം സോൾവിങ്ങിന് സ്കിൽ ഉണ്ടാവും. പിന്നെ എന്തിനുള്ള സ്കിൽ ഉണ്ടാവുക? ക്രിറ്റിക്കൽ തിങ്ക്. നമ്മൾ പഠിച്ചു റാഷണലി അറിയാം. ആരുടെ ഡെഫിനിഷനില്? വെസ്ലറിന്റെ ഡെഫിനിഷനില് ക്രിറ്റിക്കൽ ആയിട്ടുള്ള തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടാവും. അൺബയാസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ ക്രിറ്റിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കാര്യങ്ങളൊക്കെ ലേൺ ക്വിക്ക്ലി. ഇന്റലിജന്റ് ആയ ആളുകൾ പല കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കും. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു അല്ലെ? അബ്സ്ട്രാക്ട് കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു കോംപ്ലക്സ് ഐഡിയ ആണ്. ഈ കോംപ്ലക്സ് ഐഡിയ ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമുള്ള സ്കില്ലുണ്ടായിരിക്കും ഇന്റലിജന്റ് ആയ ആൾക്കാർ. അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇന്റലിജൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ? ഇനി നമുക്ക് നേച്ചർ നോക്കാം. ഇന്റലിജൻസിന്റെ നേച്ചർ എന്താണ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്തല്ല ഇന്റലിജൻസ്? സസ്റ്റെയിൻഡ് ലേബർ എന്ന് പറഞ്ഞാൽ പണിയെടുക്കണം. നമ്മളിങ്ങനെ നിരന്തരം പണിയെടുക്കുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അത്തരം എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട് കൂടുന്ന അല്ലെങ്കിൽ കുറയുന്ന ഒരു സാധനമാണ് ഇന്റലിജൻസ് അല്ല. അങ്ങനെ കൂടുതൽ ഇന്റലിജൻസ് അതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഫ്രം നേച്ചർ. നമുക്ക് പ്രകൃതിയാ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലെ? അങ്ങനത്തെ ഒരു സാധനമാണ്. പിന്നെ മെമ്മറിക്ക് എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇന്റലിജൻസ് കൂടുതലുള്ള ഒരാൾക്ക് ഭയങ്കര നല്ല മെമ്മറിയാന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. അല്ലെങ്കിൽ മെമ്മറി കുറവാണ് ഇന്റലിജൻസ് ഉള്ളവർക്ക് എന്ന് പറയാൻ പറ്റും? ഇല്ല. ഇത് അവന്റെ വലിയ ബന്ധമൊന്നുമില്ല. നമുക്ക് മെമ്മറി കാര്യം പറയാൻ പറ്റില്ല. പ്ലാൻഡ് പ്രാക്ടീസ് കൊണ്ടോ? ഞാനിപ്പോൾ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ഒരുപാട് ചെയ്യാം, അല്ലെങ്കിൽ കുറെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കൂട്ടാൻ പറ്റുന്ന അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്ന, മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് ഇന്റലിജൻസ്. അതുമല്ല. പിന്നെ അത് ഗുഡ് ബിഹേവിയറിന്റെ ഒരു അടയാളമാണ്. നല്ല ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നല്ല ഇന്റലിജൻസ് ഉള്ള ഒരാൾക്ക് ചീത്ത സ്വഭാവമാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാം. അപ്പൊ അത് ഒരു നേച്ചറല്ല. അപ്പൊ ഇത് എന്തൊക്കെയല്ല? ഇത് സസ്റ്റൈൻഡ് ലേബർ കൊണ്ട് മാറ്റം വരുന്നതോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. ഇതിന് മെമ്മറി ആയിട്ടൊരു ബന്ധമില്ല. ഇത് പ്ലാൻഡ് പ്രാക്ടീസ് കൊണ്ട് കൂടാൻ പറ്റില്ല. ഇത് സ്വഭാവത്തിന്റെ, ഇന്റലിജൻസ് ഒരാളുടെ സ്വഭാവത്തിന്റെ അടയാളമല്ല. ഇത് നമുക്ക് പ്രകൃതിയാ കിട്ടുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പോൾ അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇന്റലിജൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. അത് ഇന്നേറ്റ് നാച്ചുറൽ എൻഡോമെന്റ്. എന്താണ് ഇന്നേറ്റ് നാച്ചുറൽ എൻഡോമെന്റ്? അത് ജന്മന നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന, ഇന്നേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താ? മാക്സിമം ലേണിംഗ് ഇനിയുണ്ടായി. കുറച്ച് സമയം കൊണ്ട് മാക്സിമം ലേണിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഇന്റലിജൻസിനുണ്ട്. അടുത്തത് മൂന്നാമത് ഏബിൾ ടു ഫോർസീ ദ ഫ്യൂച്ചർ. എന്താ ഫോർസീ ദ ഫ്യൂച്ചർ? ഭാവിയെ കാണാൻ പറ്റുക, എന്നിട്ട് അതിനനുസരിച്ച് പ്ലാൻ അക്കോർഡിംഗ്ലി, ഭാവിയെ കണ്ടിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ കഴിയുന്നത് ഇന്റലിജൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഫേസ് ദ ഫ്യൂച്ചർ വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി റിക്വസ്റ്റ്, ഒരാളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കരുത്. അതിനാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുവാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനുള്ള ഒരു എന്താ പറയുക, ബാക്കിയുള്ളവരായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ഒരു സ്വഭാവമായിട്ട്, അതിനുള്ളൊരു കഴിവായിട്ട് വേണം പറയാം. ഇന്റലിജൻസ് ഉള്ളവരെ
കൂടുതൽ കോംപ്ലിയൻസോട് കൂടി ഫേസ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിനെ എന്നാണ് പറയുന്നത്. അതേപോലെ ഡെവലപ്സ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. എന്താണ് മൊറാലിറ്റിയുടെ ഈ ഇങ്ങനെ ഒരു സംഭവമാണ് അല്ലെ മൊറാലിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, എന്താണ് ശരി എന്താണ് തെറ്റ്, എന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടും എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ ഒരു കഴിവുണ്ട്, ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് പ്രീവിയസ് എക്സ്പീരിയൻസ്. നമ്മുടെ മുന്നേ ഉണ്ടാകുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അധികം തീരുമാനങ്ങൾ എടുക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അതൊക്കെ എന്തുകൊണ്ടാണ്? ഇൻ്റലിജൻസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് പീരീഡ്സ് ഫ്രം ബർത്ത് ടു അഡോളസൻസ്. പൊതുവെ ഇത് അത്ര ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വ്യൂസൊക്കെ ഉണ്ട്. ഡെവലപ്മെൻറ്റ് എന്താ, ഡെവലപ്മെൻറ്റ് സൈക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ബർത്ത് ടു ഡെത്ത് വരെ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ എങ്കിൽ കൂടി പൊതുവെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബർത്ത് ടു അഡോളസൻസ് വരെയാണ്. ചില ആൾക്കാർ 14 വയസ്സ് വരെ എന്നൊക്കെ പറയും. പക്ഷേ അത് കാര്യം കണ്ട യൂഷ്വലി അത് അഡോളസൻസ് വരെ കൂടുകയും അത് കഴിഞ്ഞിട്ട് സ്റ്റേബിളായി നിൽക്കുകയാണ് ചെയ്യാറ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ അത്ര വലിയ വ്യത്യാസം ഒന്നും ഇല്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നതാണ്. ഓരോരുത്തരും ഇൻ്റലിജൻസ്, എല്ലാവരും ഇൻ്റലിജൻസ് ഒരുപോലെയാണോ? അല്ല, ഓരോരുത്തരും ഇൻ്റലിജൻസിലും വ്യത്യാസമുണ്ട്. പിന്നെ മോസ്റ്റ്ലി ഡിറ്റർമൈൻഡ് ബൈ ഇൻ്റലിജൻസിൻ്റെ മോസ്റ്റ്ലി ഡിറ്റർമൈൻ ചെയ്യുന്ന ഹെറിഡിറ്റി, സ്യൂട്ടബിൾ എൻവിയോൺമെൻറ്റുമാണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനറ്റിക്സ്, നമ്മൾ ജെനറ്റിക്കലി നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പിന്നെ അതിനനുസരിച്ചുള്ള ജെനറ്റിക്കലി നമ്മൾ നല്ല ജീൻസ് ഉണ്ടായാൽ മാത്രം പോരാ, എന്തുകൂടി വേണം? സ്യൂട്ടബിൾ എൻവിയോൺമെൻറ്റ് കൂടി ഉണ്ടാകുമ്പോഴാണ് ഇൻ്റലിജൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇൻ്റലിജൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതാണ് ഡിറ്റർമിനൻസ്. എന്താണ് ഇൻ്റലിജൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമുക്ക് ഇൻ്റലിജൻസ് ഇത്രയാണ് അല്ലെങ്കിൽ കൂടുക കുറയുക ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള 2 കൺസെപ്റ്റാണ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ളത്. നേച്ചർ വേഴ്സസ് നർച്ചർ. എന്താണ് നേച്ചർ? നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇന്നേറ്റ് ജന്മന ഉള്ള സംഭവമാണ്. നമ്മൾ നേച്ചറിൽ അങ്ങനെയാണ്, അങ്ങനെ സംഭവമാണ് നമ്മൾ നേച്ചർ ഇന്നേറ്റായിട്ട് കിട്ടുന്നത്. നർച്ചർ എന്താ? നർച്ചർ എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുനിന്ന് എഫക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? നർച്ചർ എന്ന് പറയും. ഇനി ഇൻ്റലിജൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ശരിക്കും നേച്ചറാണ്, നർച്ചറാണ്. അതായത് നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ജന്മന കിട്ടുന്ന സംഭവമാണ്, അതോ എൻവിയോൺമെൻറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ്? നോക്കാം. നേച്ചറിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് എത്രത്തോളം ക്ലോസ് റിലേഷൻ ഉണ്ടോ അത്രത്തോളം IQ കോറിലേഷൻ ഉണ്ടെന്ന് പറയാം. അതായത് നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഹൈ കോറിലേഷൻ ആയിരിക്കും. നിങ്ങളുടെ IQ ഏകദേശം ഒരേപോലെ ആയിരിക്കും. നിങ്ങൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെയാണ്, സിബ്ലിങ്സ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ കോറിലേഷൻ ഏകദേശം എത്ര തന്നെ ഇല്ലെങ്കിലും കോറിലേഷൻ ഉണ്ട്. നിങ്ങൾ കസിൻസ് ആണെങ്കിൽ, നിങ്ങൾ 2 കസിൻസ് ആണ് വെച്ചാൽ ഇതിനേക്കാളൊക്കെ കോറിലേഷൻ കുറയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ റിലേഷൻ കൂടുന്നതിനനുസരിച്ച് IQൻ്റെ കോറിലേഷൻ കൂടുന്നുണ്ട്. നമുക്ക് എന്ത് മനസ്സിലാക്കാം? റിലേഷൻ അതിലൊരു ജനറ്റിക്കൽ കമ്പോണൻ്റ് ഉണ്ട് എന്നുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? നാച്ചുറലി ചിലർ അങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. പിന്നെ നമ്മൾ വേറൊരു സ്റ്റഡി പറയുന്നത് അഡോപ്റ്റ് ചെയ്ത കുട്ടികൾ ബയോളജിക്കൽ പാരൻസിനായിട്ട് കൂടുതൽ കോറിലേഷൻ കാണിക്കുന്നു, കൂടുതൽ IQ കോറിലേഷൻ കാണിക്കുന്നു. അതായത് ഒരു എന്താ പറയുക, ഡെത്ത് എടുത്തിട്ട് ആ പാരൻസിന് ഫോസ്റ്റർ പാരൻസിൻ്റെ ഒപ്പം താമസിച്ചിട്ടും അവരുടെ IQ അല്ല കുട്ടിക്കാണ് IQ കിട്ടുന്നത്. ഇവരെ ജന്മനാളുള്ള പാരൻസിൻ്റെ IQ-നായിട്ടാണ് കൂടുതൽ കോറിലേഷൻ വരുന്നത്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസിനെ നമ്മൾ റിയേർഡ് അപ്പാർട്ട്
ചിലവർ നമ്മൾ എന്ത് ചെയ്യും, ഒപ്പം വളർത്തും. ഒപ്പം വളരുന്ന ഐഡന്റിക്കൽ ട്വിൻസും വേറെ വേറെ വളരുന്ന ഐഡന്റിക്കൽ ട്വിൻസും തമ്മിലുള്ള കോറിലേഷനിൽ, IQ കോറിലേഷനിൽ വലിയ വ്യത്യാസങ്ങളില്ല. നമുക്ക് എന്താ വെച്ചാൽ നർച്ചറിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് പറയും, നർച്ചറിന് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് പറഞ്ഞതൊക്കെ പറയും. പിന്നെ വേറൊരു സ്റ്റഡി പറയുന്നത് ഇതിലൊരു സ്പെസിഫിക് ഫോം ഓഫ് ജീൻ ഉണ്ട് എന്ന് പറയണം. ഒരു സ്പെസിഫിക് ഫോം ഓഫ് ജീൻ ഉണ്ട്. പക്ഷെ ഇതിന് വലിയ പ്രാധാന്യമില്ല, ഈ ജീന് ചെറിയ ഇൻഫ്ലുവൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എങ്കിൽ കൂടി ഇങ്ങനെ ഒരു സ്റ്റഡി പറയുന്നുണ്ട് ഒരു ജീൻസിന്, നേച്ചറിന് ഒരു ജീൻസിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെയാണ് നേച്ചർ എന്ന്. അപ്പോൾ ഇങ്ങനെ പറയുന്നതൊന്നും ഇത് നേച്ചറുള്ളൂ, നമുക്ക് ജന്മന ഇന്റലിജൻസ് എത്ര ഉണ്ട്, അത് നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിലൊരു മാറ്റമില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അല്ല, നേച്ചർ കാരണം അല്ലെങ്കിൽ എൻവിയോൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ട്. കാരണം ഫ്ലിൻ എഫക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. എന്താ ഫ്ലിൻ എഫക്റ്റ്? ഓരോ തലമുറ കൂടുന്തോറും നമ്മുടെ ഇന്റലിജൻസ് കൂടി വരുന്നു. അതായത് നിങ്ങളുടെ മുത്തച്ഛൻ്റെ തലമുറ അതിനേക്കാൾ ഇന്റലിജൻസ് കൂടുതലായിരിക്കും നിങ്ങളുടെ പാരൻസിന്, അതിനേക്കാൾ ഇന്റലിജൻസ് ആയിരിക്കും നിങ്ങളുടെ തലമുറയ്ക്ക്. ഓരോ തലമുറ കൂടുമ്പോഴും നമ്മുടെ ഇന്റലിജൻസ് കൂടി വരുന്നു. എങ്ങനെ ഇന്റലിജൻസ് കൂടുന്നത്? കാരണം ജെനറ്റിക്സ് ഏകദേശം സിമിലർ ആകുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഇന്റലിജൻസ് കൂടുന്നത്? നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്, ലിവിങ് കണ്ടീഷൻസ് എല്ലാം ബെറ്റർ ആയി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലാണ് നർച്ചർ പറയുന്നത്. ഒന്ന് എൻവിയോൺമെന്റൽ എൻറിച്ച്മെന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അത്ര റെസ്ട്രിക്റ്റഡ് അല്ലാതെ, നമ്മളങ്ങനെ ഒതുങ്ങി കൂടിയതല്ലാത്ത ഫേവറബിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്റലക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഫേവറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്റലിജൻസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യും. പിന്നെയോ ഇതൊന്നാമത്തെ. രണ്ടാമത്തെ എന്താ, എൻവിയോൺമെന്റൽ ഡിപ്രവേഷൻ. എന്തൊക്കെയാണ് എൻവിയോൺമെന്റൽ ഡിപ്രവേഷൻ? പോവർട്ടി ഒരു എക്സാമ്പിൾ ആണ്. ദാരിദ്ര്യം. പോവർട്ടി കാരണം എന്തുണ്ടാവും? മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും, പോഷകാഹാരങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ്, നമ്മൾ ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ ഉപയോഗിച്ചുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടാകുമ്പോൾ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എന്താണ് നമ്മുടെ ഇന്റലിജൻസ് കുറയുന്നതായിട്ട് നമ്മൾ കാണും. നമുക്ക് എത്ര നല്ല ജീവി ഉണ്ടെങ്കിലും പോവർട്ടി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ കിട്ടാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ അബ്യൂസ് നടത്തുമ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇന്റലിജൻസ് കുറയുന്നു. അപ്പോൾ നർച്ചറിന്റെ അല്ലെങ്കിൽ എൻവിയോൺമെന്റിന്റെ ഒരു ഫാക്ടർ തീർച്ചയായും ഇന്റലിജൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. നേച്ചറും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, നർച്ചറും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. ഇനി പൊതുവെ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ആൺകുട്ടികളും പെൺകുട്ടികളും, അല്ലെങ്കിൽ ഇതിന് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് ഓറിയന്റേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ആൺകുട്ടികൾക്ക് കൂടുതൽ ബുദ്ധി, പെൺകുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിയൊന്നുണ്ട്. അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട് ബോയ്സിന് സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലാണ്, ഗേൾസിന് ലാംഗ്വേജ് ആയിട്ടുള്ള കോംപ്രിഹെൻഷനും അതിനെ പറ്റിയുള്ള ഇന്റലിജൻസ് കൂടുതലാണ്. പക്ഷെ ഈ സ്റ്റഡിയിലൊക്കെ ഒന്നാമത് വലിയ വ്യത്യാസമൊന്നും കാണാനില്ല എന്ന് മാത്രമല്ല, പല സ്റ്റഡിയും അത് തെറ്റാണ് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് പറയാം, അങ്ങനൊരു നമുക്ക് പറയാൻ പറ്റില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വെച്ച് നമുക്ക് ഒരിക്കലും ഇന്റലിജൻസിൽ ഡിറ്റർമിനൻ്റ് ആയിട്ട് അതിനെ പറയാൻ കഴിയില്ല.